പി ജെ വിൻസെന്റ്, എന്തായാലും കുറച്ചധികം നാളുകൾക്ക് ശേഷം നമ്മൾ കാത്തിരുന്നതുപോലെ ഗസയിൽ സമാധാനം പുലരുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമേരിക്കയുടെ ഒരു ഇടപെടൽ ഈ ഒരു വിഷയത്തിൽ നമുക്ക് എടുത്തു പറയേണ്ടതാണ്. അങ്ങ് എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? അമേരിക്കയുടെ ഇടപെടൽ എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം അമേരിക്ക ഇസ്രായേലിനെ പരിഗണിക്കുന്നത് അതിന്റെ 51ാമത്തെ സ്റ്റേറ്റ് എന്ന നിലയിലാണ്. തൊട്ടുമുമ്പ് KP ശ്രീനിവാസൻ സാർ സംസാരിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതില് ട്രംപ് ഫാക്ടർ ഇതില് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹം ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറിച്ചത് എപ്പിക് സീസ് ഫയർ എന്നാണ്. ഈ വെടിനിർത്തലിന് ഇതിഹാസ മാനങ്ങളുണ്ട് എന്നും ഈ എപ്പിക് സീസ് ഫയർ സാധ്യമാക്കിയത് ഹിസ്റ്റോറിക്കൽ വിക്ടറി ഓഫ് നവംബർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞ നവംബർ മാസത്തിൽ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത് ഒരു ചരിത്രപരമായ വിജയമാണ്. അദ്ദേഹത്തിന് ആ വിജയമാണ് ഈ വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കിയത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. കാര്യങ്ങൾ എന്തിനൊക്കെയാണെങ്കിലും ഇനിയും ഒത്തിരി കടമ്പകളുണ്ട്. ഇവിടെ ഈ ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ നിലപാടുകൾ പലപ്പോഴും സമാധാനത്തിന് വിലങ്ങുതടിയായിരുന്നു. അദ്ദേഹം ലിക്വിഡ് പാർട്ടിയുടെ നേതാവാണ്, മധ്യ വലതുപക്ഷം സമീപനങ്ങൾ സ്വീകരിക്കുന്നയാളാണ്. പക്ഷേ 32 അംഗങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് നെസറ്റിൽ ഉള്ളൂ. ഇസ്രായേൽ പാർലമെന്റില് 61 അംഗങ്ങൾ വേണം, എന്നാലേ ഭൂരിപക്ഷം ഉണ്ടാകുള്ളൂ. 120 അംഗ പാർലമെന്റാണ്. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത് മുഴുവനും തീവ്ര സൈനിസ്റ്റ് പാർട്ടികളാണ്. അത് റിലീജിയസ് സൈനിസ്റ്റ് പാർട്ടി, അതുപോലെ ജൂയിഷ് യൂണിറ്റി പാർട്ടി, ഇങ്ങനെയുള്ള സംഘങ്ങൾ. അവർക്ക് 20 സീറ്റുകളുണ്ട്. അപ്പോ അത് അദ്ദേഹത്തിന്റെ നയങ്ങളിൽ പ്രതിഫലിച്ചിരുന്നു. ഈ തീവ്ര സൈനിസ്റ്റുകളായിട്ടുള്ള ഗ്രൂപ്പുകൾ 3 ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. 1 കോൺകർ, 2 എക്സൽ, 3 സെറ്റിൽമെന്റ്. അപ്പോ ഈ ഫലസ്തീനികൾ ഇന്ന് അധിവസിക്കുന്ന വെസ്റ്റ് ബാങ്ക്, ഗാസ അടക്കമുള്ള പ്രദേശങ്ങളെ സൈനികമായി കോൺകർ ചെയ്യുക, പിടിച്ചെടുക്കുക. എന്നിട്ട് അവിടെയുള്ള ഫലസ്തീനികളെ എക്സെല് ചെയ്യുക, പുറത്താക്കുക. എന്നിട്ട് അവിടെ ജൂത സെറ്റിൽമെന്റുകൾ, ജൂത കുടിയേറ്റ കോളനികൾ സ്ഥാപിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതേ മുദ്രാവാക്യം തന്നെയാണ് കഴിഞ്ഞ ബുധനാഴ്ച തുടങ്ങി ജെറുസലേമിന്റെ വിവിധ മേഖലകളിലൊക്കെ ഈ തീവ്ര സൈനിസ്റ്റ് സംഘങ്ങൾ വെടിനിർത്തൽ കരാറിനെതിരെ പ്രകടനങ്ങളും ഉയർന്നു കേട്ടത്. ഇത്തരം ഘടകങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായത്. ആ കാര്യത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു ഈ തീവ്ര സൈനിസ്റ്റുകളെ അപ്പീസ് ചെയ്യാൻ എടുക്കുന്ന നിലപാടും സ്വയം അധികാരത്തിൽ തുടരാൻ വേണ്ടി അദ്ദേഹം കളിക്കുന്ന നാടകങ്ങളും അടക്കം വിമർശന വിധേയമാക്കുന്ന വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് ഈ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരായിട്ടുള്ള വിമർശനത്തിനോടൊപ്പം ട്രംപ് നിലയുറപ്പിച്ചു. ഈ സാഹചര്യത്തിൽ തന്റെ രാഷ്ട്രീയവും സ്വാർത്ഥ രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തി ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് യാഥാർത്ഥ്യമാവില്ല, സാധ്യമാവില്ല എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന് കൂടി ഉണ്ടായിട്ടുണ്ട്. ഇത്തരം ഘടകങ്ങളെല്ലാം ചേർന്നപ്പോഴാണ് ഈ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായത്. പക്ഷേ നീണ്ടു നിൽക്കുന്ന ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് ഞാൻ കരുതുന്നത്. അത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അബ്രഹാമിക് കരാറിന്റെ ഭാഗമായി 1920 ഇസ്രായേല് തുടക്കം കുറിച്ച നയതന്ത്ര ബന്ധങ്ങൾ സംസ്ഥാപിക്കുന്നതിനുള്ള ശ്രമമുണ്ട്. അതിൽ ബഹ്റൈനുമായിട്ട് UAE-യുമായിട്ടും സമ്പൂർണ്ണ നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിച്ചു. അതുപോലെ ഉത്തര ആഫ്രിക്കൻ രാജ്യങ്ങളായ സുഡാനും മൊറോക്കോയും അതിൽ ചേർന്നു. സൗദി അറേബ്യയുമായിട്ടുള്ള ചർച്ചകൾ നിർണായകമായ വഴിത്തിരിവിൽ എത്തി നിന്നപ്പോഴാണ് ഈ ഗസ യുദ്ധം ഉണ്ടാവുന്നത്. കാരണം സൗദി അറേബ്യയുമായിട്ടുള്ള ബന്ധങ്ങൾ നോർമലൈസ് ചെയ്യുകയും സൗദി അറേബ്യയുമായി സമ്പൂർണ്ണ നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുന്നത് മേഖലയിൽ ഇസ്രായേലിന് വലിയ മേൽക്കൈ നൽകും. കാരണം അത് യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാതെ തരമില്ല. രണ്ടാമത്തെ കാര്യം, ഇന്ത്യ, മധ്യേഷ്യ, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി അടക്കമുള്ള ബൃഹത് പദ്ധതികൾ യൂറോപ്യൻ യൂണിയനും മധ്യേഷ്യയിലെ സമ്പന്ന അറബ് എണ്ണ രാഷ്ട്രങ്ങൾക്കും ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഒക്കെ ഒരുപോലെ താല്പര്യമുള്ള വിഷയമാണ്. മാത്രമല്ല ഇസ്രായേലിനും അതിൽ വളരെ പ്രധാനപ്പെട്ട റോളുണ്ട്. ഇസ്രായേലിലെ ഹൈഫ തുറമുഖം ഇതിന്റെ ഭാഗമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ പദ്ധതികളൊക്കെ നടപ്പാക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് ഇപ്പോഴും തുടരുന്ന യുദ്ധമാണ്. ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ കൂടി ചേർന്നപ്പോഴാണ് 46,788 ആളുകളെ കുരുതി കൊടുത്ത ഈ വംശീയ ഉന്മൂലനത്തിന് താൽക്കാലിക വെടിനിർത്തലാവുന്നത്. അപ്പോൾ അതില് ആഭ്യന്തര രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾക്കൊപ്പം അന്താരാഷ്ട്ര തലത്തിലുണ്ടാകുന്ന ഈ മാറ്റങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ 42 ദിവസത്തെ വെടിനിർത്തലിന് ശേഷം നീണ്ടു നിൽക്കുന്ന ഒരു സമാധാന ഉടമ്പടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കാം എന്നിപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ആ പ്രതീക്ഷ നമുക്ക് മുന്നിൽ വെക്കാം എന്നുള്ളതാണ്. നന്ദി ശ്രീ പി ജെ വിൻസെന്റ്.